പ്രിയ കലാസ്നേഹികളെ, ഫാത്തിമ മാതാ പള്ളിയിലെ കുടുംബ യൂണിറ്റുകളുടെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വെസ്റ്റ് കൊരട്ടി FMC അവതരിപ്പിക്കുന്ന ഹൊറർ നാടകം ആരംഭിക്കുന്നു. സാത്താന്മാരുടെ സമ്മേളനം. ഈ നാടകത്തെക്കുറിച്ച് രണ്ടു വാക്ക്. ഇതിലെ കഥാപാത്രങ്ങൾ നമ്മളിൽ ആരുമായി യാതൊരു ബന്ധവുമില്ല, തികച്ചും സാങ്കല്പികം മാത്രം. 2 ഭാഗങ്ങളുള്ള ഈ ലഘുനാടകത്തിന്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവർ: ക്ലീറ്റസ് കുടിലിങ്ങൽ, ചാക്കോച്ചൻ ഇടശ്ശേരി, സ്റ്റീഫൻ മൈനാട്ടിപ്പറമ്പിൽ, ജോയ് ചെറുവാലം, വിൽസൺ കയ്യാല, സ്റ്റീഫൻ മടയത്ത്, ജെറിൻ പോൾ, എയ്ബൽ വിൽസൺ, മെറീന പത്രോസ്, സിൽവി വിൽസൺ, ഡേവിസ് എടത്തിപ്പറമ്പൻ. പശ്ചാത്തല സംഗീതം ഡോൺ മൈനാട്ടി. റെക്കോർഡിംഗ് 7 സ്ട്രിങ്സ് ഓഡിയോ ലാബ് വെസ്റ്റ് കൊരട്ടി. സംവിധാനം പൗലോസ് കാച്ചപ്പള്ളി. സാത്താന്റെ തട്ടിപ്പിനെ കുറിച്ച് 2 വാക്ക്. ഏദൻ തോട്ടം മുതൽ സാത്താൻ തട്ടിപ്പ് തുടങ്ങി. 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവപുത്രനെ പോലും അവൻ വെറുതെ വിട്ടില്ല. ഉയർന്ന മലയുടെ മുകളിൽ വച്ചും വിശുദ്ധ നഗരത്തിലെ ദേവാലയത്തിന്റെ മുകളിൽ വച്ചും അവൻ അവിടത്തെ പരീക്ഷിച്ചു. ഇവിടെ നമ്മുടെ ഇടയിൽ നടത്തുന്ന ചില തട്ടിപ്പുകളുമായി ടീം FMC. സാത്താന്മാരുടെ സമ്മേളനം. ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഈ ചട്ടയും കൊണ്ട് ഉടുക്കോ? എന്റെ കെട്ടിയവനാണെങ്കിൽ ഞാൻ ചട്ടയും കൊണ്ട് ഉടുത്താലേ ശരിയാവത്തുള്ളൂ. സത്യക്രിസ്ത്യാനികൾ ചട്ടയും കൊണ്ടുമാണ് ധരിക്കേണ്ടതെന്നാ പുള്ളിയുടെ വാദം. സത്യക്രിസ്ത്യാനികൾ ആ ചന്ദനമഴയിലെ മായാവതിയെ പോലെയോ പരസ്പരത്തിലെ പത്മാവതിയെ പോലെയോ നല്ല സാരി ഉടുത്ത് കാണാൻ ആർക്കായാലും ഒരു കൊതി ഉണ്ടാവുകയല്ലേ? എന്റെ ജീവിതം ആ മുഴുക്കുടിയുടെ കൂടെ തന്നെ അവസാനിക്കത്തുള്ളൂ. പിന്നെ നമുക്കൊരു സന്തോഷം വൈകുന്നേരം ആകുമ്പോ 4 സീരിയൽ കാണാമെന്നുള്ളതാ. അയ്യോ, ചന്ദനമഴയുടെ നേരമായല്ലോ. ആ റിമോട്ട് എവിടെയാ? ഒരു സാധനം വെച്ചോടത്ത് കാണത്തില്ല. ആ അമ്മേ, നമുക്ക് പ്രാർത്ഥന ചെല്ലണ്ടേ? എത്ര ദിവസമായി സന്ധ്യാപ്രാർത്ഥന ചൊല്ലിയിട്ട്? 7 മണിക്ക് പ്രാർത്ഥന ചെല്ലുമെന്ന് നമ്മുടെ വികാരിയച്ഛൻ പറഞ്ഞിട്ടില്ലേ? ഈ ചന്ദനമഴ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് പ്രാർത്ഥിക്കാം. ഇത് കഴിയുമ്പോൾ അമ്മ പറയും, കറുത്തുമുട്ട് കഴിയട്ടെ, സ്ത്രീധനം കഴിയട്ടെ, പരസ്പരം കഴിയട്ടെ എന്ന്. മോനെ, നമുക്കൊരു നല്ല വീടുണ്ടോ? നല്ല വസ്ത്രങ്ങളുണ്ടോ? സീരിയലാകുമ്പോൾ നല്ല വീട്ടിൽ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് കാണാൻ വർക്കത്തുള്ള ആൾക്കാരെ കണ്ടിരിക്കാമല്ലോ. മോൻ പോയിരുന്നു പഠിക്ക്. ഞാൻ ഇപ്പൊ TV ഓഫാക്കും. ഹോ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റൂലോ. പ്രാർത്ഥന എങ്കിൽ പ്രാർത്ഥന. നിന്റെ ചേച്ചി പെണ്ണ് എന്തിയടാ? ചേച്ചി പെണ്ണ് മുറി കയറി വാതിലടച്ച് മൊബൈലും തോണ്ടിയിരിക്കുന്നുണ്ട്. അമ്മയ്ക്ക് TV ഭ്രാന്ത്, ചേച്ചിക്ക് മൊബൈൽ ഭ്രാന്ത്. നിങ്ങളുടെ തന്തേനെ കാണുന്നില്ലല്ലോ. അങ്ങേരിപ്പോ കപ്പേളപ്പടിക്ക് ഷെയർ കൂടി ഇരിക്കുന്നുണ്ടാവും. എപ്പോഴങ്ങ് കെട്ടിയെടുക്കണേ ആവും. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ഇവിടെയാവുന്നു, പ്രാർത്ഥന
പിന്നെ നിങ്ങളിപ്പോ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഉടലോടൊപ്പം സ്വർഗത്തിൽ പോകും. എടി, നിങ്ങൾ ഇവിടെ കിടന്ന് തൊണ്ട കീറി പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും ഒരു പുരോഗതി ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? പ്രാർത്ഥന അതങ്ങ് നിർത്തണം. അങ്ങനെയൊന്നും പറയില്ലപ്പാ, ഇത്തിരി ദൈവഭയൊക്കെ വേണ്ടേ? ഉണ്ടല്ലോ, ദൈവമോ എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. അതല്ല ഞാൻ ദൈവമുള്ള പള്ളിയിലൂടെ പോവാത്തത്. ഇങ്ങനെ വിഷമിക്കില്ലപ്പാ, ഒക്കെ ശരിയാവും. നിർത്തടാ. തീപ്പെട്ടിക്കോല് പോലെ ഇരിക്കുന്നു നീ എന്നെ ഉപദേശിക്കുന്നു. എടി ലൂസി, നീ എനിക്ക് വെള്ളം ചൂടാക്കിയ? ഓ, ഒരു ആരോഗ്യം നോക്കണ ആള് വിഷം വലിച്ചു കയറ്റിയിട്ട് ചൂടുവെള്ളത്തിൽ കുളിക്കാൻ വന്നിരിക്കുന്നു. എനിക്ക് സൗകര്യം ഉണ്ടായില്ല വെള്ളം ചൂടാക്കാൻ. എന്നിട്ട് അപ്പന് വെള്ളം ചൂടാക്കണമെന്ന് പറഞ്ഞ നീ അപ്പ തന്നെ ചൂടാക്കുള്ളൂടി. ദേ, എന്റെ അപ്പനെ വിളിച്ചാലുണ്ടല്ലോ. എന്റെ നേരെ നീ വിരൽ ചുണ്ടുന്നോടി മോളെ, നിന്നെ ഞാൻ. അയ്യോ, എന്നെ തല്ലല്ലേ. അപ്പച്ച വേണ്ട അപ്പച്ച, അമ്മച്ചിനെ തല്ലല്ലേ അപ്പച്ച. അയ്യോ, എന്നെ തല്ലല്ലേ, തല്ലല്ലേന്ന്. അപ്പച്ച അയ്യോ, അപ്പച്ച വേണ്ട അപ്പച്ച, അമ്മച്ചിനെ തല്ലല്ലേ. മൂക്കിനിടിക്കടാ, തൊഴിക്കാളെ മൂക്കി കുത്തിപ്പിടിച്ച് ഇടിക്കി. അയ്യോ, മതിയെന്ന്. ഹലോ ചാർലി, പ്ലീസ്, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. ചാർലിയുടെ കുഞ്ഞ് എന്റെ വയറ്റിൽ. നിർത്തടി. നീ എന്തു വിചാരിച്ചു? നിന്നെ കെട്ടിയെടുത്ത് ആജീവനാന്തം നിന്റെ കൂടെ ജീവിക്കാൻ പോകുന്ന ഒരു മണ്ടനാണ് ഞാനെന്നും. പെണ്ണിന്റെ ഒരു ആഗ്രഹം. ചാർലി പ്ലീസ്. വെച്ചിട്ട് പോടി. കുട്ടി സാത്താൻ, നീ എവിടെയാ? ഇന്ന് കോൺഫറൻസ് ഉള്ള കാര്യം മറന്നുപോയോ? നീ എന്താണ് ഈ ഭൂമിയിലെ മനുഷ്യരെ പോലെ ഉത്തരവാദിത്തമില്ലാതെ നടക്കുന്നത്? ഏയ്, ഞാൻ മറക്കോ? ഞാനിവിടെ ഒരു കുടുംബം കലക്കിക്കൊണ്ടിരിക്കുക. പറ്റിയാൽ ഒരാത്മാവിനെ കൊണ്ട് ഞാൻ വരാം. പിന്നെ അവന് വേണ്ടെങ്കി പിന്നെ എന്തിനാ പെണ്ണെ ജീവിച്ചിരിക്കുന്നേ? നിനക്കവനോട് പ്രതികാരം ചെയ്യണ്ടേ? നിന്റെ ജീവിതം അവസാനിപ്പിക്ക്. വേറെ പരിഹാരമൊന്നുമില്ല. വേഗം. കഴിഞ്ഞ വർഷത്തെ വിശ്വാസികൾക്കെതിരെയുള്ള പ്രവർത്തന റിപ്പോർട്ട് വിലയിരുത്തുവാനും പുതിയ പരിപാടികൾ ആസൂത്രണം ചെയ്യുവാനും എല്ലാ മേഖലയിലും പ്രതിനിധികൾ എത്തിച്ചേർന്നിട്ടുണ്ടല്ലോ. അവരെ ഓരോരുത്തരെ ഇങ്ങോട്ട് കടത്തിവിടൂ. ആദ്യം
കിഴക്കൻ മേഖലാ പ്രതിനിധി ലൂക്കാനി ഫെസ്റ്റോറസ്റ്റിനെ കടത്തിയോളൂ. പ്രഭു, പ്രണാമം. 2015 എന്റെ വിജയകരമായ പ്രവർത്തനങ്ങളായിരുന്നു. യുവതലമുറയെ ഉന്നം വെച്ചുകൊണ്ടുള്ള എന്റെ പ്രവർത്തനങ്ങൾ തകർപ്പൻ വിജയമാണ് എനിക്ക് തന്നത്. തെറ്റായ പ്രണയബന്ധങ്ങൾ അവർക്കിടയിൽ സർവ്വസാധാരണമാക്കി, പാപബോധം അവരിൽ നിന്ന് അപ്രത്യക്ഷമാക്കി, ലഹരിയുടെ വിവിധ തലങ്ങളിലേക്ക് ആൺകുട്ടികളെ മാത്രമല്ല പെൺകുട്ടികളെയും ഞാൻ കൊണ്ടുവന്നു. ഇതെന്റെ വിജയമല്ലേ? സംഗീതം സ്വർഗീയമാണെങ്കിലും ഭൂമിയിൽ മ്ലേച്ഛമായ നൃത്തങ്ങൾ കൊണ്ട് ഞാൻ വികൃതമാക്കി. യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള കുടുംബയോഗങ്ങളിൽ പോലും ഇത്തരം പാട്ടുകൾ പാടാനും നൃത്തം ചെയ്യിക്കാൻ എനിക്ക് സാധിച്ചു. വിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്ന ബ്ലാക്ക് മാസിനെയും യുവതലമുറയിലേക്ക് കൊണ്ടുവരുവാൻ എനിക്ക് കഴിഞ്ഞു. രാത്രികാലങ്ങളിൽ സൗജന്യ ടെലിഫോൺ സൗകര്യം നൽകി യുവതലമുറയെ മുഴുവൻ ഞാൻ മനോരോഗികളാക്കി. ചാറ്റിംഗ് എന്ന എന്റെ ആശയം യുവതലമുറ മാറോട് ചേർത്തപ്പോ അവരിലെ സത്യസന്ധതയും വിശ്വാസ്യതയും നഷ്ടപ്പെടുത്തി. പുതിയ നാളുകൾ അടുത്തു വന്നിരിക്കുന്നത് കൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് കൂടുതൽ മനുഷ്യരെ ദൈവചിന്തയിൽ നിന്നും അകറ്റി പുതുവർഷ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാക്കാമെന്ന് ഉറപ്പു തരുന്നു. അടുത്തത് പടിഞ്ഞാറൻ മേഖലാ പ്രതിനിധി ഡയോക്ലസ് യൂക്കാട്രിസിനെ വിടൂ. അല്ലയോ തിരുമനസ്സേ, ഈ കഴിഞ്ഞ വർഷം എനിക്ക് ധാരാളം വിജയം നേടിത്തന്നതായിരുന്നു. അത് ഒന്ന് അവതരിപ്പിക്കാൻ അങ്ങ് അനുമതി തന്നാലും. കുട്ടികളെ ശിക്ഷണം നൽകി വളർത്തുന്നത് തെറ്റാണെന്ന് ചിന്ത സമൂഹത്തിൽ വളർത്തി പുതിയ തലമുറയെ ഞാൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ആലയമായ മനുഷ്യ ശരീരങ്ങളിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ വ്യഭിചാരത്തിന് പ്രേരിപ്പിച്ച് കുടുംബ കൂട്ടായ്മകളും അയൽവക്ക സൗഹൃദങ്ങളും തകർക്കുന്നതിൽ ഞാൻ വിജയം നേടി. എത്ര സുവിശേഷം കേട്ടാലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കൂട്ടം ആളുകളെ വളർത്തിയെടുക്കുവാൻ സാധിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ വായും പൂട്ടി കയ്യും കെട്ടി മസിലും പിടിച്ചിരിക്കുന്ന എൻ്റെ അനുയായികളെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു ചെല്ലുന്നത് തന്നെ നാണക്കേടാണെന്ന ചിന്ത അനേകം വിശ്വാസികളുടെ ഇടയിൽ വളർത്തിയെടുക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ദേവാലയത്തിന് പുറത്തുനിന്ന് കുർബാന കാണുവാനും കുർബാന സ്വീകരിക്കാതെ എനിക്ക് കൂട്ടായി പല കൂട്ടരെയും ഞാൻ കൂട്ടിയിട്ടുണ്ട്. അച്ഛനെയും സിസ്റ്റേഴ്സിനെയും പോരാത്തതിന് എന്തിനും ഏതിനും കുറ്റം മാത്രം കാണുന്ന ഒരു പറ്റം ആളുകളെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അവരെ ഈ സന്ദർഭത്തിൽ ഞാൻ നന്ദിയോടെ സ്മരിക്കുക. കുടുംബ പ്രാർത്ഥനയിൽ ഉറക്കത്തിൻ്റെ ആത്മാവിനെ അയച്ച് അതുവഴി ഞാൻ നേട്ടം കൊയ്തു. ഭാര്യ ഭർത്തൃബന്ധം സംശയത്തിലേക്കാക്കി വിവാഹ ജീവിതത്തിന് വിള്ളലുണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞു. പ്രഭു, ഇനിയും പല കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ പരിശ്രമിച്ചിരിക്കുകയാണ്. എനിക്ക് പരാജയം നേരിടേണ്ടി വന്ന മേഖലകളിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കും എന്ന് ഉറപ്പോടെ ഈ റിപ്പോർട്ട് ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇനി തെക്കൻ മേഖലാ പ്രതിനിധി ഏണസ്റ്റി മുക്കോച്ചിയോട് വരാൻ പറയൂ. പ്രഭു, എൻ്റെ എളിയ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഒത്തിരി കൃത്യവിശ്വാസികളെ മുൻകോപികളാക്കി മാറ്റി. അവരിപ്പോൾ സഭകളിലും വീട്ടിലും പള്ളി മീറ്റിങ്ങുകളിലും മുറിവുറുപ്പാണ്. മനുഷ്യരിൽ തിരുനാളുകളും ആഘോഷങ്ങളും വളർത്തി. കല്യാണം തലേന്ന് മദ്യമൊഴുക്കി തമ്മിത്തല്ലും കശവിശുമുണ്ടാക്കാൻ സാധിച്ചത് എൻ്റെ തട്ടുപൊളിപ്പ നേട്ടമാണ്. പ്രാർത്ഥന നിരതരായി സഹോദരിമാരുടെ സമയം ഏഷ്ണിയും പരദൂഷത്തിനുമായി നീക്കിവെച്ചു. കഴിഞ്ഞ വർഷം ഒരു ചില്ലിക്കാശ് പോലും ദശാംശം കൊടുക്കാത്ത വിശ്വാസികളെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. നിരവധി
സഹോദരിമാരുടെ ചുരിദാറിന്റെ നീളം വെട്ടിക്കുറച്ചതും ബ്ലൗസിന്റെ കഴുത്ത് ഇറുക്കി വെട്ടിച്ചതും ഞാനാണ്. ഫേസ്ബുക്കും ഇന്റർനെറ്റും യുവതിയുവാക്കളുടെ ഉറ്റമിത്രമാക്കി. അവരുടെ ഇടയിൽ ജൈത്രയാത്ര തുടരുന്നു. അഴിമതി, കൈക്കൂലി, മായം ചേർക്കൽ, പിടിച്ചുപറി എന്നീ മേഖലകളിലും കൂടുതൽ വരുമാനമുണ്ടാക്കുവാനുള്ള വഴി ഞാൻ കാണിച്ചു കൊടുത്തു. ആയിരക്കണക്കിന് വിശ്വാസികളെ ഒരു ഉളുപ്പുമില്ലാതെ കള്ളം പറഞ്ഞു തുടങ്ങിയത് എൻ്റെ കഴിഞ്ഞ വർഷത്തെ വിജയമാണ്. ആ വിജയം തുടരുമെന്നുള്ള വിശ്വാസത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. മധ്യമേഖലാ പ്രതിനിധി ഫെർഡിനാൻഡ് റോയെ വിളിക്കൂ. പ്രഭുവിനും നമസ്കാരം കേട്ടാ. എൻ്റെ കഴിഞ്ഞ വർഷത്തെ നേട്ടങ്ങളെ പറ്റി ചിലതൊക്കെ ഞാൻ പറയാട്ടാ. വെറുതെ ഓരോരുത്തരെ പറ്റി പൊക്കി പറഞ്ഞപ്പോൾ എന്തോരം പേരാ എൻ്റെ അനുയായികളായി തീർന്നത്. കണ്ടമാനം പേരെ കൊണ്ട് കോഴ വാങ്ങിപ്പിച്ച് അതുവഴി സംഘടനകളിലും കുടുംബങ്ങളിലും എനിക്ക് വഴക്കുണ്ടാക്കിക്കാൻ പറ്റി. ഏത് നമ്മുടെ പള്ളി മീറ്റിങ്ങളെ പൊങ്ങച്ചത്തിന് വേണ്ടി വീടിനും കാറിനും മറ്റ് ആർഭാടത്തിനുമൊക്കെയായി ബാങ്കുകളിൽ നിന്നും മറ്റു വ്യക്തികളിൽ നിന്നുമായി ലോണെടുത്ത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ എത്ര പേരാ തൂങ്ങിച്ചത്തും വിഷം കുടിച്ചും വണ്ടിക്ക് തലവെച്ചും ചത്തെന്നറിയാമോ? അതൊക്കെ എൻ്റെ കഴിവാണ്. സന്ധ്യാപ്രാർത്ഥ സമയത്ത് ടിവിയും സീരിയലൊക്കെ കണ്ട് കവലകളിലും കലുങ്കളിലുമൊക്കെ ഇരുന്ന് ഹാൻസും പാൻപരാഗും കഞ്ചാവും തുടങ്ങി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് മനുഷ്യൻ്റെ ബോധമണ്ഡലത്തെ നിർവീര്യമാക്കിയതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഇനി ഈ വോട്ടിൻ്റെ സമയത്ത് യുവാക്കളിൽ പകയുടെയും വിദ്വേഷത്തിൻ്റെയും വിത്തുകൾ പാകി അവരെ തമ്മിലടിപ്പിച്ച് ഹർത്താൽ ബന്ധമൊക്കെ നടത്തി ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ വരുത്തിയതും ജനജീവിതം നശിപ്പിക്കുകയും ചെയ്തപ്പോൾ ഞാൻ അനുഭവിച്ച സന്തോഷം എൻ്റെ സാറേ ഒന്നും പറയണ്ട കേട്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ ഓർപ്പിച്ചവിടെ പറയാം. ഈ ഭക്തരും വിശ്വാസികളും ഒക്കെ ആയിട്ട് ഒരു കൂട്ടം ക്രിസ്ത്യാനികൾ കുംഭസാരം എന്ന കുദാശ വഴി പാപങ്ങളും ജീവിതമൊക്കെ ഉപേക്ഷിച്ച് ക്രിസ്തുവിലേക്ക് തിരിക്കുന്നതിനാൽ എൻ്റെ ആടുകൾ ചിലതൊക്കെ തോറ്റു കേട്ടോ. സാരില്ല, ഞാൻ ശരിക്കും പരിശ്രമിക്കാട്ടോ. അപ്പൊ ശരി. എന്റെ ഫെർദിപ്പിച്ചാച്ചേ, ചേട്ടന്റെ വാലിന് എന്ത് പറ്റി? എൻ്റെ യൂക്കാലി ഒരു ദിവസം ഒരു മരണ വീട്ടിൽ പോയതാ. അവിടെ ചെന്നപ്പോ അവിടെ മുഴുവൻ നമ്മുടെ എതിരാളികളാ. അതിൽ പ്രധാനിയാ ആ മിഖായലുണ്ടല്ലോ. പുള്ളി എന്നെ ഓർപ്പിച്ചു. ഞാൻ ഒരൊറ്റ പറക്കല്. മിഖായൽ വാളുകൊണ്ട് തന്നെ ഒരൊറ്റ വെട്ട്. ഭാഗ്യത്തിന് വെട്ടുകൊണ്ടത് വാലിന്. അല്ലെങ്കിൽ പണി പാളേനട്ടാ. 2015 നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അത് പോരാ. ഈ നടപ്പ് വർഷം പുതിയ ധാരാളം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കണം. കുറെ പേർ സെമിനാരിയിലേക്കും മഠത്തിലേക്കും പോയിട്ടുണ്ട്. അവരെല്ലാവരും അച്ഛന്മാരും കന്യാസ്ത്രീകളുമായാൽ എന്താകും നമ്മുടെ സ്ഥിതി? നമ്മുടെ ശക്തി ക്ഷയിക്കും. അതുകൊണ്ട് അവരെ എല്ലാവരെയും പല പല പ്രലോഭനങ്ങൾ വഴി തിരികെ കൊണ്ടുവരണം. എല്ലാ മനുഷ്യരെയും തിരക്കുള്ളവരാക്കണം. ഒരാളെ പോലും പ്രാർത്ഥിക്കുവാൻ അനുവദിക്കരുത്. അവരുടെ തിരക്ക് കാരണം കുടുംബ പ്രാർത്ഥനകൾ മുടങ്ങണം. ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പോലും പറ്റാത്ത വിധം ആഘോഷങ്ങൾ കൊണ്ട് കുത്തി നിറയ്ക്കണം. അങ്ങനെ അവരെല്ലാവരും അവരവരുടെ കാര്യങ്ങൾ കൊണ്ട് തിരക്കുള്ളവരാകണം. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന നമ്മുടെ കേരളം സാത്താന്റെ സ്വന്തം നാട് എന്ന് തിരുത്തി കുറിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. എല്ലാവരും
നിങ്ങളുടെ മേഖലകളിലേക്ക് തിരിച്ചു പോകൂ, ശക്തരാകൂ. ദൈവജനമേ, അവർ നമ്മുടെ ഇടയിലേക്ക് വരുന്നുണ്ട്. അല്ല, അവർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അവരുടെ പ്രവർത്തന മേഖലകളെക്കുറിച്ച് അറിവുള്ളവരാകാൻ നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. ഈ പുതിയ കാലത്ത് നാം ഒന്നോർക്കുക, തുറന്നു കിടക്കുന്ന പാപമനസ്സുകളിലേക്ക് കടന്നു കയറാൻ സാത്താൻ പതിയിരിക്കുന്നു. അതുകൊണ്ട് സർവനാശത്തിനും വഴിയൊരുക്കാതെ സ്നേഹത്തിൻ്റെ വിത്തുകൾ പാകി നന്മയുടെ വിളവെടുപ്പിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എപ്പോഴും ജീവനുള്ള ക്രിസ്തുവിൻ്റെ വചനം നിങ്ങൾ ഓർക്കുവിൻ, അത് അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുവിൻ. സാത്താൻ അലർന്ന സിംഹത്തെ പോലെ ആരെയും വിഴുങ്ങേണ്ടു എന്ന് ചിന്തിച്ച് നിങ്ങളുടെ ഇടയിൽ പതിയിരിക്കുന്നു. ദൈവമക്കളുടെ അധികാരത്തോടെ നിങ്ങൾ അവൻ്റെ മേൽ വിജയം വരിക്കുവിൻ.